ഹായ്, ഞാൻ നിങ്ങളുടെ GGK. ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ, ഞാൻ ഇങ്ങനെ ലോങ് ഫോർമാറ്റ് വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ കുറേ പേര് ചോദിച്ചു, കുറേ പേര് ചോദിച്ചു ഫാസ്റ്റ് കട്ട് ചെയ്തുകൂടെ, ഇങ്ങനെ കുറച്ച് ട്രാൻസിഷൻസും സൂം ഇനും സൂം ഔട്ടും ടെക്സ്റ്റുകളും ഇമേജസും അങ്ങനെ കുറച്ചും കൂടെ അങ്ങനത്തെ രീതിയിൽ എഡിറ്റ് ചെയ്ത് ഇട്ടുകൂടെ, കുറച്ചുകൂടെ ക്രിസ്പ് ആക്കിക്കൂടെ, പ്രിസൈസ് ആക്കിക്കൂടെ, 10 മിനിറ്റ് എന്തിനാ ഒരു 3-4 മിനിറ്റിനൊക്കെ ചുരുക്കിക്കൂടെ എന്നൊക്കെ പല ആൾക്കാരും സജഷൻസ് പറഞ്ഞു, വിച്ച് ഈസ് ഫെയർ. അത് അവരുടെ നല്ല മനസ്സോടെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ബെറ്റർ ആക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ചിലവരുടെ അടുത്ത് ഞാൻ പ്രോപ്പറായിട്ട് എന്താ എൻ്റെ ഒരു എയിം ഞാൻ പറഞ്ഞു, ചിലവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഈ വീഡിയോ ഞാൻ കുറച്ചും കൂടെ എന്തിനാണ് വൈ ഐ ആം ഡൂയിങ് ദിസ് ആൻഡ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതൊരു എക്സ്പ്ലനേഷൻ തരാമെന്ന് വിചാരിച്ചു. കോമൺ ആയിട്ട് എല്ലാവരും പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ആൾക്കാർക്ക് അറ്റൻഷൻ സ്പാൻ ഇല്ല, 3 സെക്കൻഡ് 30 സെക്കൻഡ്സ് ഒക്കെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കും, അല്ലെങ്കിൽ അത് വീണ്ടും നിൽക്കുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഫോക്കസ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. യെസ്, വിച്ച് ഈസ് ട്രൂ. ഞാനും അതിനുള്ള ഒരാൾ തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് മൂവിങ് വേൾഡിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് ആവട്ടെ, യൂട്യൂബ് ഷോർട്സ് ആവട്ടെ, എല്ലാം നല്ലോണം സ്പീഡിലാണ് പോകുന്നത്. എല്ലാം 3 സെക്കൻഡ് ഹുക്ക് വെച്ച് നമ്മൾ പിടിച്ചിരുത്തി, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും കൂടെ കാണാനുള്ളൊരു ത്വര ഉണ്ടാക്കി നമ്മളെ കാണിപ്പിക്കുന്ന, നമുക്ക് ഓരോ സെക്കൻഡും ഡോപ്പമൈൻ ഹിറ്റ് തരുന്ന രീതിയിലുള്ള റീൽസുകൾ അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ച് വരുന്നത്. അതുപോലെ തന്നെ റീൽസ് മാത്രമല്ല, നമ്മൾ ഒരു കാര്യം മാത്രമല്ല അറ്റ് എ ടൈം ചെയ്യുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സിനിമ കാണും, ഇല്ലെങ്കിൽ ബുക്ക് വായിക്കും, ഒരു സൈഡിൽ കൂടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ വേറൊരു സൈഡിൽ വേറെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം ഒരു പ്രോപ്പർ ഒരു കാര്യത്തിനോട് തന്നെ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു പ്രവൃത്തി ചെയ്യുന്നില്ല. മൾട്ടി ടാസ്കിങ് ആണ് പൊതുവെ എല്ലാവരും ചെയ്യുന്നത്. ഒന്ന് സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരേ സമയം 2-3 കാര്യങ്ങൾ ചെയ്താൽ അത്രയും ജോലി പെട്ടെന്ന് തീരുമല്ലോ എന്നുള്ള കോൺസെപ്റ്റിൽ. അതുപോലെ സമയം ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ പ്രോക്രാസ്റ്റിനേഷൻ, മാറ്റിവെച്ച് അവസാന നിമിഷം എല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ട് തട്ടിക്കൂട്ടി സ്പീഡിൽ ചെയ്യേണ്ട അവസ്ഥ. അപ്പം അങ്ങനെ പല 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 റീസൺസ് കാരണം ആൾക്കാർ കുറച്ച് ഒരു മറ്റേ റാറ്റ് റേസ് പോലെ കുറച്ച് ഫാസ്റ്റ് സ്പേസിലാണ് പോകുന്നത്. എന്ന് വെച്ചാൽ എന്താണോ ചെയ്യേണ്ടത്, ലൈക്ക് അത് ആസ്വദിച്ച് ചെയ്യാതെ പെട്ടെന്ന് ചെയ്ത് അടുത്ത പരിപാടിയിലോട്ട് ചാടുക എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇതാണ് ഇപ്പോഴത്തെ എല്ലാവരുടെയും അവസ്ഥ. അതിൽ കുറച്ച് പേരാണ് ഓക്കെ സമയമെടുത്ത്, ഇപ്പം ബുക്ക് വായിക്കുകയാണെങ്കിൽ ബുക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കുന്ന. എനിക്കറിയുന്ന കുറേ പേര് ഇപ്പോഴും ബുക്ക് വായിച്ചു കൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഹൈ ഡോപ്പമൈൻ, ഹൈ ഇൻറ്റൻസിറ്റി വീഡിയോസൊക്കെ അടുപ്പിച്ച് കണ്ടതിന് ശേഷം, അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ ബുക്ക് വായിക്കുന്ന ആൾക്കാർ, പണ്ട് സ്ഥിരമായി ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഒന്നും സമയം കിട്ടുന്നില്ല, കുറേ കാര്യങ്ങൾ ഇതിനിടയിൽ ചെയ്യുന്നു, അതിൻ്റെ കൂടെ ബുക്ക് വായിക്കാൻ ഇരുന്നാൽ പോലും പറ്റുന്നില്ല. അതുപോലെ സീരീസ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെയൊക്കെ സീരീസൊക്കെ ഫാസ്റ്റായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരൊന്നും ബിഞ്ച് വാച്ച് ചെയ്ത് കണ്ടുന്ന ആൾക്കാർക്കൊന്നും സീരീസ് സ്കിപ്പ് അടിച്ച് കാണേണ്ട അവസ്ഥ വരുന്നു. അങ്ങനെ ഉള്ള സമയം, അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ലോകം പോകുന്നത്. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാനും ഓക്കെ ആദ്യം വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ മറ്റേ ഫാസ്റ്റ് പേസ് എഡിറ്റിംഗ് ചെറുതായിട്ടൊക്കെ ചെയ്തപ്പോൾ ഞാനും വിചാരിച്ചു ഓക്കെ അങ്ങനെയൊക്കെ ആൾക്കാർ പിടിച്ചിരുത്താലോ എന്ന് വിചാരിച്ചു. ആൻഡ് പല വീഡിയോസ് കാണുമ്പോഴും പിടിച്ചിരുത്തുന്ന കൈൻഡ് ഓഫ് വീഡിയോസൊക്കെ കാണുന്നുണ്ട്. വെൻ ഇറ്റ് കംസ് ടു മീ, ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ, പ്രത്യേകിച്ച് ഈ ഒരു സീരീസ് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഓക്കെ എന്തായാലും കറൻലി എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്, ആ ഒരു ഹുക്കും എല്ലാം ചെയ്യുന്നുണ്ട്. ആൻഡ് അതേ സമയത്ത് കുറച്ച് പേര് അല്ലാണ്ട് വെറുതെ വന്ന് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ ഒന്നും ഇടാതെ, അധികം കട്ട് പോലും ഇല്ലാതെ, എങ്ങനെയാണോ സ്പേസും പോസസും ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണോ നമ്മൾ രണ്ട് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്, അതുപോലത്തെ വീഡിയോസും ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്തുകൂടാ? ഈ വീഡിയോസ്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് വരുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ചിന്തിക്കണം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അത് ഇൻഫർമേഷൻ വെറുതെ സേവ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ആ ഇൻഫർമേഷൻ എടുത്തിട്ട് ഓക്കെ ചിന്തിക്കാനുള്ള സ്പേസ്, ചിന്തിക്കാനുള്ള ഒരു പോസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്സ്, ഡയലോഗിൽ മിസ്റ്റേക്സോ അങ്ങനെ എന്തെങ്കിലും മിസ്മാച്ച് വരുമ്പോൾ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. അല്ലാത്ത പോസായിട്ട് തന്നെ വെക്കാം എന്ന് തന്നെയാണ് ഈ ഡിസൈഡ് ചെയ്തത്. കാരണം നമ്മൾ രണ്ട് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ എക്സ്പ്രസ് ചെയ്ത് സംസാരിക്കും. നല്ല എന്ന് വെച്ചാൽ പോസ് വരേണ്ട അടുത്ത് പോസ് വരുത്തും,
ഉറക്കെ പറയേണ്ട സ്ഥലത്ത് നമ്മൾ ഉറക്കെ പറയുന്നു, ഹാൻഡ് മൂവ്മെന്റ്സ് വരേണ്ട സ്ഥലത്ത് ഹാൻഡ് മൂവ്മെന്റ്സ് വരുത്തുന്നു. അപ്പം അങ്ങനെ തന്നെ ഫീൽ ചെയ്യണം എന്ന് ഉള്ള ഒരു റീസൺ കൊണ്ടാണ് അപ്പുറത്തും. അപ്പൊ കാണുന്ന ആള് ഓക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്, കോൺവെർസേഷൻ പോലെ ഫീൽ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നീടുള്ള റീസൺ ലൈക്ക് ഈ ഒരു ഫാസ്റ്റ് പേസ് കട്ടിങ്ങിന്റെ ഇടയിൽ സ്ലോ ആയിട്ട് സമാധാനത്തോടെ, പ്രത്യേകിച്ച് ഒന്നും വരാതെ സമാധാനത്തോടെ കേൾക്കുക. അപ്പൊ പറയുന്ന കാര്യത്തിന് കണ്ടന്റ് ഉണ്ടായിരിക്കണം. അത് അപ്പുറത്ത് കേൾക്കുന്ന ആൾക്ക് ഓക്കെ എന്തോ ഉണ്ട്, എന്തോ നമുക്ക് പുതിയൊരു കാര്യമാണ് എന്ന് തോന്നണം. എല്ലാ കാര്യവും തോന്നണമെന്നില്ല, എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന കാര്യം തന്നെ ആണെന്നുമില്ല. എന്തായാലും ഓക്കെ ഒന്ന് ചിന്തിച്ച് നോക്കാം, അല്ലെങ്കിൽ പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാം എന്നുള്ള രീതിയിലുള്ള കണ്ടന്റുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ടോപ്പിക് എടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ ടോപ്പിക് എടുക്കുന്നു. അതുപോലെ എൻ്റെ ഫിലിം മേക്കിംഗ് സ്ട്രീക്ക് FMS അതും ഇതിലൂടെ എന്താണ് അവസ്ഥ എന്നുള്ളത് ഘട്ടം ഘട്ടമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോവുക. എന്തുകൊണ്ട് ഇത് ചെയ്യണം എന്ന് ഞാൻ ഡിസൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ ത്രൂ ഔട്ട് ആയിട്ട് ടക്ക് 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 എന്ന് വരുമ്പോൾ ഹൈ ഡോപ്പമിൻ ഹിറ്റാണ് വരുന്നത്. അങ്ങനെ ഹൈ ഡോപ്പമിൻ ഹിറ്റ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബോറടിക്കും. നമുക്ക് പെട്ടെന്നൊരു കാര്യം സാച്ചുറേറ്റഡ് ആവും. നമുക്ക് ഇഷ്ടപ്പെട്ട് ആ ഇഷ്ടം സ്റ്റാഗ്നന്റ് ആവും. പകരം ഇങ്ങനത്തെ ലോ ഡോപ്പമൈൻ റിലീസ് വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ ബ്രെയിൻ ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ ബ്രെയിൻ ഇഷ്ടത്തിനേക്കാൾ ഉപരി ചിന്തിക്കാൻ തുടങ്ങും. ചിന്തിക്കാൻ തുടങ്ങുന്ന ബ്രെയിൻ ആകുമ്പോൾ ബോറടിക്കില്ല. ആൻഡ് അത് ബ്രെയിനിന് എന്തോ കിട്ടുന്നത് പോലെയാണ്. ലൈക്ക് ബ്രെയിനിന് ഓക്കെ എന്തോ സംതിങ് ഇസ് ദയർ, ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുക. അല്ലെങ്കിൽ അതിനൊരു ഇപ്പൊ വീഡിയോയിൽ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാതെ ചിന്തയിലൂടെ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ള രീതിയാണ്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ പോലും എൻ്റെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും, ഒരു കാര്യം പറയുമ്പോൾ ഒരു കാര്യം മാത്രമല്ല പറയുന്നത്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ബാക്കി കാര്യങ്ങളും കൂടെ ഇങ്ങനെ തലോടി പോകുന്നുണ്ട്. അതെന്തുകൊണ്ടെന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെയാണ്. നമ്മൾ ഒരു കാര്യത്തിൽ തുടങ്ങി വേറെ കാര്യത്തിൽ ഏല് തുടങ്ങി ഇസഡിലാണ് എത്തുന്നത്. നമ്മൾ രണ്ട് മനുഷ്യർ സംസാരിക്കുമ്പോൾ, രണ്ട് ഫ്രണ്ട്സ് സംസാരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. അപ്പം ഒരു ടോപ്പിക് എടുക്കുക, അതിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കാം. നമുക്കിതിലെല്ലാം കൊണ്ടുവരാൻ പറ്റണം. നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്ക് പറയണം, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കണം, ഇതിൻ്റെ ഒരു ചർച്ച വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ രേഖപ്പെടുത്താം. അതുപോലെ ഈ ഒരു തോട്ട് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്. ആ ഫ്ലോയ്ക്ക് എഗെയിൻസ്റ്റ് മൂവ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾ ആ റാബിറ്റ് ഹോളിൽ വീഴാതിരിക്കണമെങ്കിൽ ഇതുപോലത്തെ ലോങ് ഫോർമാറ്റ് വീഡിയോസിലോട്ട് സ്വിച്ച് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം നമ്മൾ സെർച്ച് ചെയ്ത് കാണും, ആവശ്യമുള്ളത് മാത്രം നമ്മൾ കേൾക്കും. അപ്പോൾ ഈ ഒരു ജേർണിയുടെ തുടക്കത്തിന് വേണ്ടിയിട്ടാണ്. ഇത് എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഇതുപോലൊരു ലോങ് ഫോർമാറ്റ് വീഡിയോസ് ആണ് പ്ലാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും. സോ അത് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ പ്രസൻറ്റേഷൻ അത് ഇഷ്ടപ്പെട്ടു, ഓക്കെ കൊള്ളാം, അല്ലെങ്കിൽ കുറച്ച് സജഷൻസ് ഉണ്ട്, മിസ്റ്റേക്സ് ഉണ്ട്, കറക്ഷൻസ് ഉണ്ട് എങ്കിൽ അതൊക്കെ കമൻറ്റിൽ പറയുക. എങ്ങനെ ഉണ്ടെന്ന്, നല്ലതാണെങ്കിൽ മോശമാണെങ്കിൽ കമൻറ്റിൽ പറയുക. അപ്പോൾ ബെറ്റർ ആക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ബെറ്റർ ആക്കാം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ശ്രദ്ധിക്കാം. ഓക്കെ, അതൊന്ന് നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യോ അതനുസരിച്ച് എനിക്കും ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ എനിക്ക് തരണം എന്ന് തോന്നി. അതും ലോങ് ഫോർമാറ്റ് വീഡിയോ തന്നെ തരണം എന്ന് തോന്നി. അപ്പോൾ അതാണ് സംഭവം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഷെയർ ചെയ്യുമ്പോൾ കറക്റ്റ് ഇത് ഇന്ന ആൾക്ക് അയച്ചു കൊടുത്താൽ അയാൾക്ക് ഇഷ്ടപ്പെടും എന്ന് തോന്നുന്ന ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. വേറെ ഒന്നുമില്ല.